DC മോട്ടോർ ഉപയോഗിച്ചുകൊണ്ട് ഫാനുകളും കുട്ടികൾക്ക് ഇരുന്നു പോകാവുന്ന രീതിയിലുള്ള ടോയ് കാറുകളുമൊക്കെ നിർമ്മിക്കുന്ന പലരും ആവശ്യപ്പെട്ടിരുന്നു ഇവയ്ക്ക് പറ്റിയ ഒരു സിമ്പിൾ സ്പീഡ് കൺട്രോളർ സിസ്റ്റം നിർമ്മിച്ച് കാണിക്കാമോ എന്നുള്ളത്. അത് പ്രകാരം നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ കുറച്ച് കമ്പോണൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടൊരു സ്പീഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. ഇത് ചെയ്തെടുക്കുന്നതിന് പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമുള്ളത് P55NF06 എന്ന മോസ്ഫെറ്റ് ആണ്. മോസ്ഫെറ്റിന് 3 ലെഗാണ് ഉണ്ടായിരിക്കുക. ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ് എന്നിങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഇതിൻ്റെ 2 ലെഗുകൾ, 2 വശങ്ങളിലുമുള്ള 2 ലെഗുകൾ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇതിൻ്റെ ആദ്യത്തെ ലെഗ് ഗേറ്റും രണ്ടാമത്തെ ലെഗ് ഡ്രെയിനും മൂന്നാമത്തെ ലെഗ് സോഴ്സുമാണ്. ഇനി ഞാൻ ഈ ഒരു മോസ്ഫെറ്റിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പോകുന്നത് 105J450 വോൾട്ടിൻ്റെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്ററാണ്. ഇത് 450 വോൾട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ കയ്യിൽ കുറഞ്ഞ വോൾട്ടേജിൻ്റെ ഇത് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഉപയോഗിച്ചതാണ്. ഒരു 50 വോൾട്ട് 100 വോൾട്ടിൻ്റെയൊക്കെ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഏതെങ്കിലും ഒരു ലെഗ് ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ആദ്യത്തെ ലെഗിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി നമുക്ക് അധികമായിട്ടുള്ള ലെഗുകളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കപ്പാസിറ്ററിൻ്റെ രണ്ടാമത്തെ ലെഗ് ഈ ഒരു മോസ്ഫെറ്റിൻ്റെ നടുവിലെ പിന്നിലേക്ക്. നടുവിലെ പിന്ന് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി കണക്ഷൻ വരുന്നത് തന്നെ നടുവിലെ പിന്നിൻ്റെ കണക്ഷനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്രൂ ചെയ്യുന്ന ആ ഭാഗത്തേക്കാണ് ഇത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമുക്ക് നിർമ്മിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നടുവിലെ പിന്നിലേക്ക് നേരിട്ടും സോൾഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഈ ഒരു ലെഗ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് മോസ്ഫെറ്റിൻ്റെ നടുവിലെ ലെഗ്, അതായത് ഡ്രെയിനിൻ്റെ കണക്ഷനിലേക്കാണ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു കണക്ഷൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ മോട്ടോറിൻ്റെ സ്പീഡ് കൂട്ടുന്നതിനും കുറക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന 2 മൈക്രോ സ്വിച്ചുകളാണ്. ഇത് സാധാരണ മൈക്രോ സ്വിച്ചുകൾ തന്നെയാണ്, 2 ലെഗുള്ള മൈക്രോ സ്വിച്ച്. ഈ 2 സ്വിച്ചുകൾ എടുത്തിട്ട് ഇത് നമ്മൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ 2 സ്വിച്ചിൻ്റെയും ഓരോ ലെഗുകൾ ഇതുപോലെ സോൾഡർ ചെയ്ത് ജോയിൻറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ 2 സ്വിച്ചിൻ്റെയും ഓരോ ലെഗുകൾ കോമൺ ആയി നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ആ ഒരു മോസ്ഫെറ്റിലേക്ക് വെക്കാൻ പോവുകയാണ്. മോസ്ഫെറ്റിൻ്റെ നമ്പർ എഴുതിയ ഭാഗത്ത് ഇപ്പോൾ ഈ കാണുന്നത് പോലെ വെച്ചാൽ മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സ്വിച്ചിൻ്റെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ലെഗ്, അതായത് നമ്മൾ 2 തമ്മിൽ ജോയിൻറ്റ് ചെയ്തതല്ലാത്ത ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്വിച്ചിൻ്റെ ലെഗിനെ ഇതുപോലെ വളച്ചു വെച്ച് ഈ ഒരു മോസ്ഫെറ്റിൻ്റെ മൂന്നാമത്തെ ലെഗായ സോഴ്സിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ അധികമുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ എടുത്ത് നമ്മൾ 2 സ്വിച്ചുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ നടുവിലെ കണക്ഷനിൽ നിന്നും മോസ്ഫെറ്റിൻ്റെ ആദ്യത്തെ ലെഗായ ഗേറ്റിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അത് ഇതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം ലെഗുകൾ കട്ട് ചെയ്തെടുത്ത് സ്വിച്ചുകൾ ജോയിൻറ്റ് ചെയ്ത ആ കണക്ഷനിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് ഈ ഒരു റെസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ലെഗ് നമുക്ക് വൃത്തിയായിട്ട് ഇതുപോലെയൊക്കെ വളച്ച് വെച്ച് ഈ ഒരു മോസ്ഫെറ്റിൻ്റെ ആദ്യത്തെ പിന്നായ ഗേറ്റിലേക്ക് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മതി. ഈ മോസ്ഫെറ്റിൻ്റെ നടുവിലെ പിന്നായ ഡ്രെയിനിൻ്റെ കണക്ഷൻ നമ്മൾ ആ ഒരു സ്ക്രൂ ചെയ്യുന്ന ഭാഗത്ത് നിന്ന് സോൾഡർ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കണക്ഷൻ നമുക്ക് അവിടെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ മോസ്ഫെറ്റിൻ്റെ ആദ്യത്തെ ലെഗായ ഗേറ്റിലേക്ക് വരുന്ന കപ്പാസിറ്ററിൻ്റെ ലെഗും ഈ ഒരു സ്വിച്ചിൻ്റെ ഫ്രീ ആയിട്ടിരിക്കുന്ന ലെഗും തമ്മിൽ ടച്ച് ആകാതിരിക്കാൻ ഇതുപോലെ ഒരു സ്ലീവ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിനും ഇതിൽ നിന്നും ഔട്ട്പുട്ട് എടുക്കുന്നതിനും വയറുകൾ കണക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡബിൾ വയറിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഈ സർക്യൂട്ടിൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പോസിറ്റീവ് കോമൺ ആയിട്ടാണ് വരുന്നത്, നെഗറ്റീവാണ് മോസ്ഫെറ്റ് വഴി സ്വിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് വരുന്ന ഭാഗത്തുള്ള നെഗറ്റീവ് ഈ ഒരു മോസ്ഫെറ്റിൻ്റെ സോഴ്സിലേക്കും ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് മോസ്ഫെറ്റിൻ്റെ ഡ്രെയിനിൽ നിന്ന്, അതായത് നടുവിലെ പിന്നിൽ നിന്നുമാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. പോസിറ്റീവ് കോമൺ ആയിട്ടാണ് വരുന്നത്. ഈ പോസിറ്റീവിൽ നിന്നും നമ്മുടെ ആദ്യത്തെ സ്വിച്ചിൻ്റെ ഫ്രീ ആയിട്ടിരിക്കുന്ന ആ ഒരു ലെഗിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുകയും വേണം. ഇനി സ്വിച്ചിൻ്റെ ലെഗിൻ്റെ അധികമുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇത് നിർമ്മിച്ചെടുക്കുന്നതിന് എല്ലാ ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് കടകളിലും വളരെ കോമൺ ആയിട്ട് ലഭിക്കുന്ന 3 കമ്പോണൻസും അതിൻ്റെ കൂടെ 2 മൈക്രോ സ്വിച്ചുകളും മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ചെയ്തതിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഈ ഒരു സ്പീഡ് കൺട്രോളറിനെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു മോട്ടോറിലേക്ക് കണക്ട് ചെയ്യാം.
ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഈ ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കണക്ഷൻ ഞാൻ ഒരു 12 വോൾട്ട് DC മോട്ടോറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ടിലേക്ക് ഞാൻ 12 വോൾട്ട് DC കണക്ട് ചെയ്യുകയാണ്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ വേണം കണക്ട് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ സർക്യൂട്ട് വർക്കിംഗ് ആയിട്ടുണ്ട്. മോട്ടോർ നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സ്വിച്ചിൽ നമുക്ക് ഇതിന്റെ സ്പീഡും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സർക്യൂട്ട് ഇതിലെ മോസ്ഫെറ്റ് അത്യാവശ്യം ചൂടാവുന്നതാണ്. അതുകൊണ്ട് ഇതുപോലൊരു ഹീറ്റ് സിങ്ക് ഉപയോഗിച്ചിട്ട് വേണം ഇത് വർക്ക് ചെയ്യിക്കാൻ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഈ സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇടതുവശത്തെ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു മോട്ടോറിന്റെ സ്പീഡ് കൂട്ടുന്നതിനും വലതുഭാഗത്തുള്ള സ്വിച്ച് ഉപയോഗിച്ചിട്ട് മോട്ടോറിന്റെ സ്പീഡ് കുറയ്ക്കുന്നതിനും സാധ്യമാണ്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള മോട്ടോർ 12 വോൾട്ട് DCയുടേതാണ്. അതുപോലെ പല ടോയ്സുകളിലും 6 വോൾട്ടിന്റെ മോട്ടോറും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ 6 വോൾട്ടിന്റെ സപ്ലൈ കൊടുത്തിട്ട് ഇതേ സർക്യൂട്ട് തന്നെ ഉപയോഗിച്ചിട്ട് മോട്ടോറിന്റെ സ്പീഡ് നിയന്ത്രിക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ബാറ്ററി 12 വോൾട്ടിന്റെ ആണെങ്കിൽ മോട്ടോറും 12 വോൾട്ടിന്റെ തന്നെ വാങ്ങണം. അതുപോലെ തന്നെ 6 വോൾട്ടിന്റെ ബാറ്ററിക്ക് ആണെങ്കിൽ 6 വോൾട്ടിന്റെ മോട്ടോറുമാണ് വാങ്ങേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ വിവിധ തരത്തിൽപ്പെട്ട DC മോട്ടോറുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ വിവിധ പവറുകളിലുള്ള DC മോട്ടോറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റീചാർജബിൾ ഫാനുകളും കുട്ടികളുടെ ടോയ് കാറുകളും ഡ്രോണുകളും അങ്ങനെയുള്ളതെല്ലാം നിർമ്മിക്കാവുന്നതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം DC മോട്ടോറുകളും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലത്തെ റീചാർജബിൾ ഫാനുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതിൽ നമ്മൾ ചെയ്തു കാണിച്ച സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ LED ബൾബിന്റെ പ്രകാശം കൂട്ടുന്നതും കുറക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഇതിൽ കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്